345 ലിറ്റർ ഇതിന്റെ ബൂട്ട് സ്പേസ് ക്യാമറ ഓപ്പൺ വരും. വെന്റിലേറ്റഡ് സീറ്റ് ആണ് ഫ്രണ്ടിൽ വന്നുള്ളൂ. ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ആ ഒരു ഫീമെയിൽ ലുക്കാണ് കൊടുത്തത്. അതൊരു ഡാർക്ക് ക്രോം ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു പുതിയൊരു മോഡലാണ് ടാറ്റ അൾട്രോസ് റേസർ എന്ന് പറയുന്നത്. പെർഫോമൻസ് കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ഹോട്ട് ഹാഷ് ബാഗ് ആണ്. കാരണം ഇതിന് മുന്നേ ഉണ്ടെങ്കിൽ പോളായാലും കൊണ്ടായാലും ഒക്കെ പ്രൊഡക്ഷൻ എടുത്തു. അപ്പോൾ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഹാഷ് ബാഗ് ആണ് ടാറ്റ അൾട്രോസ് റേസർ എന്ന് പറയുന്നത്. ഇതാണ് ആ വണ്ടി. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ടാറ്റ അൾട്രോസ് റേസർ എന്ന വാഹനം. ഇത് പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുള്ളി എൻഡുകൾ ഡിഫറെൻ്റ് ആണ് വാഹനം. കണ്ടോ, പഴയ മോൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുള്ളി എൻഡുകൾ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ലുക്കിലായാലും പെർഫോമൻസിലും ഫീച്ചേഴ്സ് ആണ് എൻഡുകൾ ഡിഫറെൻ്റ് ആണ് ഈ വാഹനം കൊടുത്തുള്ളത്. ഈ ഡുവൽ ടോൺ മാത്രം നമുക്ക് അവൈലബിൾ ഉള്ളൂ. 3 കളർ ടോണാണ് ഉള്ളത്. അതുപോലെ 3 വേരിയൻ്റാണ് വാഹനത്തിൽ വന്നുള്ളത്. R1, R2, R3 എന്ന മോഡലാണ് വന്നുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് R3 എന്ന ടോപ്പ് ലൈൻ മോഡലാണ്. പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ടാറ്റയുടെ വലിയൊരു ലോഗോയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ കവേർഡ് ആയ രീതിയിലാണ് കൊടുത്തത്. ഭയങ്കര പ്രീമിയം ലുക്കാണ് കൊടുത്തത്. അതൊരു ഡാർക്ക് ക്രോം ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു 360 ഡിഗ്രി ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെഗ്മെൻറ്റാണ് വാഹനത്തിൽ വന്നത്. അതിന് ഇഷ്യൂ നമുക്ക് ഇന്ത്യയിലും കാണിക്കുന്നതാണ്. അതുപോലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രിൽ യൂണിറ്റാണ് ആണ് ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. താഴെ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ DRL ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, ഒരു ബോണസ് സ്ട്രിപ്പ്. അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും കാണാൻ പറ്റും. ഈ ഡുവൽ ടോണിൽ ഇത് ഉണ്ടാവും. നമ്മൾ നോർമൽ കളർ നോക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. ഈ ഒരു റേസർ എഡിഷനിൽ മാത്രമാണ് ആ ഒരു സ്ട്രിപ്പ് ഉണ്ടാവുള്ളൂ. റൂഫിലും ആ സ്ട്രിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യില്ല. അതുപോലെ നമ്മളെ ബോണറ്റിൽ ചെറിയൊരു ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബൾക്കിൽ ഒരു നോർമൽ ക്യാരക്ടർ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോണറ്റും അതുപോലെ ഈ ഒരു ഫെൻഡർ പോർഷനും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര അട്രാക്ഷൻ എന്ന ഒരു ഡിസൈൻ ഈ വാഹനത്തിന് വന്നുള്ളത്. കണ്ടോ, ഒരു ഹോട്ട് ഹാഷ് ബാക്ക് നമുക്ക് വേണ്ടി പറയാൻ പറ്റും ഈ ഒരു ഡിസൈനിൽ തന്നെ. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ. നമ്മൾ നേരെ സൈഡിൽ വീൽസ് വെക്കണി 16 ഇഞ്ച് അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. 4 സ്പോക്ക്. അതിൽ നമുക്ക് ടാറ്റ ലോഗോ ആണ് കണ്ടും. അതിൽ ഡുവൽ ടോൺ ആണ് വന്നിട്ടുള്ളത്. ആ ഒരു വീല് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റേസറിൽ ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡ് വ്യൂ മിററും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 360 ഡിഗ്രി ക്യാമറ ബട്ടൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വാഹനത്തിൽ ഇവിടെ ആയിരിക്കും നമ്മൾ 10 ഇൻഡേക്സിങ് പ്ലസ് ചെയ്യുക. പക്ഷേ ഇത് നേരെ താഴെ കൊടുത്തിട്ടുള്ളത്. ടാറ്റയുടെ ഐഡൻറ്റിറ്റി കാണിക്കാൻ നമ്മൾ സൂചിക്കും ആ ഒരു ഫീച്ചറിന്. അതുപോലെ ഡുവൽ ടോൺ പറഞ്ഞ പോലെ ബ്ലാക്കും റെഡും ഇതിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീല ബാക്കിൽ വന്നുള്ള ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ പറഞ്ഞുള്ളത്. ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അൾട്രോസിനുള്ള ബാഡ്ജിങ് അത് ബ്ലാക്ക് ഔട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അൾട്രോസിനുള്ള ബാഡ്ജിങ്. അതുപോലെ തന്നെ ടർബോ പ്ലസ് ടർബോ എഞ്ചിന് വാഹനത്തിന് വന്നിട്ടുള്ളത്. പറക്കി സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാമറേൻ്റെ ബാക്കിലും വന്നിട്ടുണ്ട്. ഡിഫോക്ക് ലൈൻസ്, റിയർ വൈപ്പർ, ഷാർഫിൻ ആൻറ്റിന, ഒരു സ്പോയിലർ. ഞാൻ പറഞ്ഞ ആ ഒരു സ്ട്രിപ്പ് റൂഫിലും കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ആ സ്ട്രിപ്പ് അവിടെ റൂഫിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ട്. സ്പ്ലിറ്റഡ് ആയിട്ടാണ് ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലാമ്പും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ സൈഡിലേക്ക് കയറുന്നൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാം. 345 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. നമ്മളെ ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ ഉണ്ട് സ്പെയർ വീല്, ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെയാണ് ടൂൾ കിറ്റ് കൊടുത്തില്ല. സ്പെയർ വീല്, ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമൂവബിൾ ആണ് കൊടുത്തത്. ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കാം. ഡോർ പാഡ് നോക്കുമ്പോൾ ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പവർ കൺട്രോൾസും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കേഴ്സും ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ആ ഡിസൈൻ ചെയ്തത്. അതുപോലെ ഒരു വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റാണ് ആ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. എൻ്റെ ബട്ടൺ കാരണം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനൊരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു പ്രീമിയം ലുക്കും അതുപോലെ ഒരു സ്പോർട്ടി ഫീൽ എന്നൊരു ഇൻറ്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിന് വന്നുള്ളത്. ഒരു പെർഫോമൻസിന് സൂചിക്കാണ് ഒരു യെല്ലോ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഒരു AC വെൻ്റ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഗിയർ നോബിന് ചുറ്റും ആ ഒരു AC വെൻ്റും അതുപോലെ ഈ ഡ്രൈവേഴ്സിൻ്റെ AC വെൻ്റ് ചുറ്റും ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നോക്കില്ല, അത് റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിയറിംഗ് വീല്. ഒരു D ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്, ഫ്ലാറ്റ് ബോട്ടൺ. ഇത് നമ്മളെ മീഡിയ കൺട്രോൾസ് ബട്ടൺസ് കൊടുത്തുള്ളത്. ഇത് ക്രൂയിസ് കൺട്രോളും അതുപോലെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്തും ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ ഉണ്ട് വണ്ടിന് വന്നിട്ടുള്ളത്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ബട്ടൺസ് വെച്ചിട്ട്. നമ്മളെ ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പ് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. വൈപ്പർ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ടിൽറ്റ് മാത്രം സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ പൊസിഷനിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ 9 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കണക്ടിവിറ്റി, ആൻഡ്രോയിഡും ആപ്പിൾ കാർപ്ലേ
അലക്സ, കണക്ടിവിറ്റി, ഒരുപാട് കണക്ടിവിറ്റി വരുന്നുണ്ട്. ടാറ്റ അസിസ്റ്റൻറ്റ്, ഹേ ടാറ്റ, ഹേ ഗൂഗിൾ, ഹേ സിരി അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി അതിൽ വരുന്നുണ്ട്. ക്ലൈമറ്റ്, എയർ പ്യൂരിഫയർ വന്നിട്ടുണ്ട്. അതുപോലെ സൗണ്ട് ഡെമോ. നമ്മൾ ടാറ്റ എല്ലാ മാതിരിയും കാണിക്കുന്ന ആ ഒരു സൗണ്ട് ഡെമോ എന്ന് പറയുന്ന ഫീച്ചർ. അതുപോലെ സറൗണ്ട് വ്യൂ ക്യാമറ, നമ്മൾ 360 ഡിഗ്രി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2D ഒരു വിഷ്വലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ 3D വിഷ്വൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറ കൊടുത്തുള്ളൂ കേട്ടോ. കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വാഹനത്തിൽ. നമ്മളെ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഫ്രണ്ടിലത്തെ 2 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിലത്തെ വിഷ്വലും. പിന്നെ നമ്മൾ സെറ്റിങ്സ്, ഫോൺ കണക്ടിവിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അൾട്രോസിനുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വന്നിട്ടുള്ളത്. അതിൽ ചാർജിങ് പോർട്ട്, ഒരു USB പോർട്ടും C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സെഗ്മെന്റിൽ ഫീച്ചറാണ് ഒരു വയർലെസ് ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് സെഗ്മെന്റ് അതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വന്നിട്ട് വന്നത്. ഓട്ടോമാറ്റിക് ഈ ഒരു അൾട്രോസ് റേസറിലും ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നോർമൽ അൾട്രോസ് യൂസ് ചെയ്യേണ്ടി വരും. അത് 5 സ്പീഡാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ യെല്ലോ ഫിനിഷ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കീ വന്നിട്ടുണ്ട്, ലോക്ക് അൺലോക്ക്, ബൂട്ട് സ്പേസിന് ബട്ടൺ, പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഹാൻഡ് റെസ്റ്റിൽ. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റിച്ചിങ് ശ്രദ്ധിച്ചു, ഇതൊക്കെ നമ്മൾ അൾട്രോസിൻ്റെ ഒരു റേസർ എഡീഷൻ അറിയിക്കേണ്ട ഒരു ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോണറ്റിലും റൂഫിലും ഒരു സ്ട്രിപ്പ് ഉണ്ട് പറഞ്ഞു, അത് നമ്മൾ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ട്രിപ്പ്. പിന്നെ വെന്റിലേറ്റർ സീറ്റാണ്, ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്ററാണ്. അതും ഫസ്റ്റ് സെഗ്മെന്റിന് വന്നിട്ട് വന്നുള്ളത്. പിന്നെ സൺ റൈസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫയൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ലാമ്പ് കൊടുത്തിട്ടുണ്ട്. SOSന്റെ ബട്ടൺ. പിന്നെ ഒരു സിംഗിൾ പാൻ സൺ റൂഫ് കണ്ടോ. ഒരു ഹോട്ട് ഹാച്ച് ബാക്കിന് വേണ്ട ഒരു ഫീച്ചറാണ് ഒരു സൺ റൂഫ് എന്ന് പറയുന്നത്. പിന്നെ പാസഞ്ചർ സൺറൈസിൽ ഒരു മിറർ വന്നിട്ടുണ്ട്. അതിന് മുടിയൊക്കെ നോക്കി നല്ല ഫ്രീക്വൻ്റ് നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ ഒരു ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഒരു യൂസർ മാനുവലൊക്കെ വെക്കാൻ വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കോക്പിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് 6 എയർ ബാഗ് വരുന്നുണ്ട്. അത് ബേസ് മോഡൽ മുതൽ തന്നെ. ഈ ഒരു എഡിഷനിൽ ബേസ് മോഡൽ ഇല്ല, 3 വേരിയൻ്റ് ഉള്ളൂ. ടാറ്റയുടെ ഏത് വാഹനം നോക്കില്ല 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. നമ്മൾ ഏത് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നത് അപ്പോൾ നമ്മളെ ക്യാമറ ഓപ്പൺ ആയി വരും. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇപ്പോൾ അവിടുത്തെ ക്യാമറ ഓപ്പൺ ആയി. ലെഫ്റ്റ് സൈഡ് ഇട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് ക്യാമറ ഓപ്പൺ ആയി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ വാഹനത്തിൻ്റെ. സെക്കൻഡ് റോഡ് കൊടുക്കുന്ന ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു ചെറിയ ബട്ടൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിന് സെക്കൻഡ് റോ കയറുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 90 ഡിഗ്രി ഓപ്പൺ ആയി പറ്റുന്ന ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ഡോറായാലും 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസിൽ ഒരു സെക്കൻഡ് റോ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഡോർ പാഡ് നോക്കി ലോക്ക് അൺലോക്ക് പറുവിൻ്റെ കണ്ണുകളും കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അത്യാവശ്യം നല്ല ലെഗ് റൂം ഈ വാഹനത്തിനുണ്ട്. AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB പോർട്ടും ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. കേട്ടോ, അത്യാവശ്യം നല്ല ഹെഡ് റൂം ആയാലും വാഹനം ഉണ്ട്. പിന്നെ ഫുൾ ഒരു ബ്ലാക്ക് തീം, നമുക്ക് സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കും. ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കവറിൽ കാരണം നമുക്ക് കാണിക്കാം. ഒരു ഹാൻഡ് റെസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ യാത്ര ചെയ്യുമ്പോൾ നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യമാണ് ഈ വാഹനത്തിൽ. അത് ക്ലോസ് ചെയ്തേക്കാം. കണ്ടോ, ഫ്രണ്ടിൽ നോക്കാം നമുക്കൊരു സ്പോർട്ടി ഫീൽ ചെയ്തൊരു കോക്പിറ്റാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു യെല്ലോ ഫിനിഷും കൊടുത്ത് നല്ല പ്രീമിയം ലുക്കും സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഏത് സ്പീഡിലൊക്കെ നമ്മൾ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിലും ഈ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ടർബോ ചാർജഡ് എഞ്ചിൻ, 3 സിലിണ്ടർ, ഏകദേശം 120 PS പവറാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 170 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാര്യമായ പെർഫോമൻസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു ഹുഡാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ എക്സോസ്റ്റിനോട്ടും ജസ്റ്റ് കേട്ടിട്ട്
ഇത്രയുള്ള ടാറ്റ അൾട്രോസ് റേസറിന്റെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ നമുക്ക് വായന തന്നിട്ടുള്ളത് തിരൂർ KVR ടാറ്റ ഷോറൂമിലാണ്. ഷോറൂമിൽ ലൊക്കേഷൻ ചെയ്യുന്നത് തിരൂർ ചമ്മരട്ട റോഡിലാണ്. റോഡ്സിലാണ് ഷോറൂമിൽ ലൊക്കേഷൻ ചെയ്യുന്നത്. അവർ നമ്പർ താഴെ കൊടുത്തിട്ട് ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്.